റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ വളരെ ശാന്തമായ ഒരു പകൽ സമയം. എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലിക്ക് പോകുന്നവർ അങ്ങനെ പോകുന്നു. അവിടെ കടകൾ വെച്ചിരിക്കുന്നവർ അവരുടെ ബിസിനസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാൻ ആ വഴിയോരത്ത് വന്നു നിന്നു. പെട്ടെന്ന് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പെട്ടെന്ന് റഷ്യയുടെ സെക്യൂരിറ്റി ഫോഴ്സസ്, റഷ്യയുടെ കസ്റ്റം ഓഫീസർ, ഇങ്ങനെ എല്ലാവരും എവിടെ നിന്ന് വന്നു എന്നേ അറിയില്ല, അടുത്ത 30 സെക്കൻഡിനുള്ളിൽ ആ വാനിനെ ചുറ്റി വളച്ചു. എന്നിട്ട് അതിനുള്ളിലുണ്ടായിരുന്ന 4 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 2 പേർ റഷ്യയിലുള്ളവരാണ്, മറ്റ് 2 പേർ ജോർജിയയിലുള്ളവരാണ്. ഇതിനുശേഷം ആ വാനുമായി ചേർത്ത് അതിലുണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് എല്ലാം സീസ് ചെയ്ത് ഈ 4 പേരെ അറസ്റ്റ് ചെയ്ത് റഷ്യയുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം ഒരു ന്യൂസ് വരുന്നു. റഷ്യയിൽ നിന്ന് റഷ്യയുടെ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉക്രൈനിലേക്ക് ഇവർ 4 പേരും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും മിസൈൽ ലോഞ്ച് ചെയ്യുന്ന മിസൈൽ ലോഞ്ച് റേസ് മോസ്കോയിൽ വെച്ച് തന്നെ റെഡിയാക്കി ഉക്രൈനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നു. ഇത് എങ്ങനെയോ റഷ്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നത്. എങ്ങനെയാണ് റഷ്യയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളെല്ലാം അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എല്ലാം കടത്താൻ ശ്രമിച്ചത്? ഉക്രൈൻ ഇതിൽ എത്ര വലിയ ഗെയിം പ്ലേ ചെയ്തു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണാം. ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഈ മിസൈൽ ലോഞ്ച് റേസ് എന്താണെന്ന് നമുക്ക് കാണാം. എല്ലാ എയർക്രാഫ്റ്റിലും ഈ മിസൈൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ, അതിനെയാണ് മിസൈൽ ലോഞ്ച് റേസ് എന്ന് പറയുന്നത്. ഇത് എയർക്രാഫ്റ്റിന്റെ ബോഡിക്കും, അതായത് ആ വിങ് സർഫേസിനും മിസൈലിനും നടുവിൽ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാകും. ഇതിലാണ് മിസൈൽ അറ്റാച്ച് ആയിരിക്കുന്നത്. ഈ ലോഞ്ച് റെയിലാണ് എയർക്രാഫ്റ്റിന്റെ ബോഡിയിൽ അറ്റാച്ച് ആകുന്നത്. ഇങ്ങനെ ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കാരണം ഒരു എയർക്രാഫ്റ്റ് കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റുമായി ചേർന്ന് അതിന്റെ പെർഫോമൻസ് ഒരിക്കലും കുറയാൻ പാടില്ല. കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് എയർക്രാഫ്റ്റിന്റെ വേഗത വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് നൽകിയിട്ടുള്ള വേഗതയിൽ പറക്കണം. അതേസമയം മിസൈലിനെയും നന്നായി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പങ്കെന്നത് ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികമാണ്. കൂടാതെ ഒരു മിസൈലിനെ സംബന്ധിച്ച് ഇതാണ് മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എക്സ്റ്റേണൽ വൈസ് നോക്കുമ്പോൾ. കാരണം ഈ ഹോൾഡ് ചെയ്യുന്നത് മാത്രമല്ലാതെ ഈ മിസൈൽ ലോഞ്ച് റേസ് വഴിയാണ് പ്രധാനപ്പെട്ട ഡേറ്റാസ് എല്ലാം മിസൈലിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്. അത് എപ്പോഴാണ് ലോഞ്ച് ചെയ്യേണ്ടത്? വെറും ലോഞ്ച് മാത്രമാണോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പുഷ് കൊടുത്ത് ലോഞ്ച് ചെയ്യുന്നതാണോ? ആ മിസൈലിന്റെ ടാർഗറ്റ്സ് കോർഡിനേറ്റ്സ് ആയി കൊടുക്കുന്നത്, കൂടാതെ ആ മിസൈൽ എത്ര വേഗത്തിൽ പറക്കണം എന്നുള്ളതെല്ലാം ഇൻപുട്ടായി കൊടുക്കുന്നത് ഈ ലോഞ്ച് റേസ് വഴിയാണ്. എയർക്രാഫ്റ്റ് മിസൈലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഈ മിസൈൽ ലോഞ്ച് റേസ് ഉക്രൈന്റെ പക്കൽ വളരെ കുറവാണ്. അതിലും പ്രധാനമായി സോവിയറ്റ് റഷ്യ തയ്യാറാക്കിയ Su-27, MiG-29 ഈ വിമാനങ്ങൾക്ക് ഈ മിസൈൽ ലോഞ്ച് റേസ് എന്നത് ഉക്രൈൻ വളരെ കുറവായിരുന്നു. ഇത് മറ്റു നാടുകളിൽ നിന്നും വാങ്ങാൻ നോക്കിയാലും അങ്ങനെ പുറം നാട്ടിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുവരുന്ന ആ ഒരു എക്യുപ്മെന്റ് സോവിയറ്റ് വിമാനങ്ങളുമായി സെറ്റ് ആകുന്നില്ല. ഇത് ഒരുപാട് തവണ ഉക്രൈൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും ഫെയിൽ ആയപ്പോൾ ഉക്രൈൻ തീരുമാനിച്ചത്, നമ്മൾ എന്തിന് അത്രയും കഷ്ടപ്പെട്ട് മറ്റു നാടുകളിൽ നിന്നും വാങ്ങണം, റഷ്യയിൽ നിന്ന് ഇല്ലീഗലായി സ്മഗിൾ ചെയ്യാം. കാരണം എല്ലാ നാടുകളിലും ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട്. പുറത്ത് ആർക്കും അറിയുന്നതിനെക്കാട്ടിലും ബ്ലാക്ക് മാർക്കറ്റ് വളരെ ഡാർക്ക് സൈഡാണ്. എല്ലാ നാട്ടിലും ഈ ബ്ലാക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനായി ആ നാടിന്റെ ഗവൺമെന്റ് എത്രയോ ശ്രമിച്ചാലും അതിൽ 100% വിജയം എന്നത് ഏതൊരു നാടിനും കിട്ടിയിട്ടില്ല. റഷ്യയും ഒന്നാണ്. ഇത് കാരണം ഉക്രൈനിൽ നിന്ന് ഉക്രൈന്റെ ഒഫീഷ്യൽസ് റഷ്യയിലുള്ള 2 പേരെ കോൺടാക്ട് ചെയ്യുന്നു. ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നതെല്ലാം ആന്റി റഷ്യൻ മൈൻഡ് സെറ്റിലുള്ള അങ്ങനെയുള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്താണ് ഉക്രൈന്റെ ഇന്റലിജൻസ് അവരെ വിളിച്ചത്. അവർ നേരത്തെ റഷ്യയ്ക്ക് എതിരായതുകൊണ്ട് ഉക്രൈൻ കൊടുത്ത ആ ഒരു ഓഫർ അത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അവർ ആ ട്രാപ്പിൽ വീണു. കൂടാതെ ജോർജിയയിലുള്ള 2 വ്യക്തികളെയും, അവർ റഷ്യയിലാണ് താമസിക്കുന്നത്, പക്ഷെ അവരുടെ നാഷണാലിറ്റി ജോർജിയാണ്. ഇങ്ങനെ മൊത്തം 4 പേരെ ഉക്രൈന്റെ ഓഫീസേഴ്സ് ഈ ഒരു ട്രാപ്പിൽ വീഴ്ത്തുന്നു. ഇത് ചെയ്തതിനു ശേഷം അവർക്ക് കൊടുത്തിട്ടുള്ള ആദ്യത്തെ ജോലി എന്തെന്ന് ചോദിച്ചാൽ, ബ്ലാക്ക് മാർക്കറ്റ് വഴി ഇവർ കൊടുക്കുന്ന ലിങ്ക്സ് വഴി മറ്റൊരാളെ കാണണം. അതുവഴി അവിടെയുള്ള ചില എക്യുപ്മെന്റ്സ് വാങ്ങി, മൊത്തത്തിൽ ആ മിസൈൽ ലോഞ്ച് റേസ് വാങ്ങാതെ ആ എക്യുപ്മെന്റ്സ് മാത്രം വാങ്ങി അതിനുശേഷം അതിനെ അസംബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ആർക്കും സംശയം വരാതിരിക്കുകയുള്ളൂ. ഇതാണ് അവർക്ക് കൊടുത്ത ജോലി. ഇതൊക്കെ കാണുമ്പോൾ ഒരു സിനിമയിൽ നടക്കുന്നത് പോലെ ഒരാൾ മറ്റൊരാളുടെ പക്കലേക്ക് പോകുന്നു, അവിടെ നിന്നും അവരെ വേറൊരാളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവസാനം ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ഒരു ഇൻഫോർമേഷൻ പോകുമ്പോൾ ഒരു 10 പേർ കഴിഞ്ഞ് 11ാമത്തെ വ്യക്തിയിലേക്ക് പോകുന്ന സമയം ആദ്യം ആരുടെ പക്കൽ നിന്നാണ് അത് വന്നതെന്നുള്ളത് മനസ്സിലാകില്ല. പക്ഷെ അവസാനം അത് പോയി ചേരേണ്ട സ്ഥലത്ത് പോയി ചേരുക തന്നെ ചെയ്യും. ഇതുപോലെ ഇതേ മെത്തേഡിൽ ഇവരും ഇവർക്കായിട്ടുള്ള സ്പെയർ പാർട്സ് എല്ലാം വാങ്ങുന്നു. ഇതിൽ മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇല്ലീഗലായി വാങ്ങിയ സ്പെയർ പാർട്സ് എല്ലാം മോസ്കോയിലുള്ള ഒരു ഗ്യാരേജിലാണ് അസംബിൾ ചെയ്തത്. എന്നാൽ ഇങ്ങനെ ഇല്ലീഗലായി വാങ്ങുന്ന സ്പെയർ പാർട്സ് എങ്ങനെയോ റഷ്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം ഇവരെ എല്ലാവരെയും അവരുടെ സർവൈലൻസിനുള്ളിൽ വെച്ചിരുന്നു.
അവർക്ക് അപ്പം തന്നെ വിചാരിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പ്രോപ്പറായ എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. സംശയത്തിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യാം. എന്നാൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റഷ്യ ഉക്രൈനെ വേണം എന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നു. ഉക്രൈന്റെ സപ്പോർട്ടേഴ്സ് ആരെങ്കിലും റഷ്യയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുടിനെതിരായിട്ടുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ അടിച്ചമർത്തുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് റഷ്യക്കെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ നടത്തും. ഇപ്പൊ കാത്തിരുന്ന റഷ്യ അവരെ തെളിവോടുകൂടി പിടിക്കാനായി അതൊക്കെ അസംബിൾ ചെയ്ത് അവസാനിപ്പിക്കുന്നത് വരെയും അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് റഷ്യയുടെ സ്പൈ യൂണിറ്റ് ഒരു റിപ്പോർട്ടായി തന്നെ പുറത്തുവിട്ടു. ഇങ്ങനെ എല്ലാ സ്പെയർ പാർട്സും അസംബിൾ ചെയ്തതിനു ശേഷം കറക്റ്റ് ഉക്രൈനിലേക്ക് കൊണ്ടുപോകാനുള്ള ആ തീയതി വരുന്നു. ആ തീയതിയിൽ ഒരു വാനിൽ മോസ്കോയിൽ നിന്നും തിരിച്ച് റഷ്യയുടെ ബോർഡർ വരെ, റഷ്യ ഉക്രൈൻ ബോർഡർ വരെ ആ വാനിൽ പോകുന്നു. അതിനുശേഷം ഉക്രൈൻ തയ്യാറാക്കിയ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വഴി ബോർഡർ ക്രോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവർ കൊടുത്ത ടാസ്ക്. എന്നാൽ അതിനുള്ളിൽ തന്നെ റഷ്യയ്ക്ക് വിവരങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് മോസ്കോയിൽ നിന്ന് ഇവർ പോകാൻ തയ്യാറായപ്പോൾ തന്നെ മോസ്കോയിൽ വെച്ച് ഇവർ അറസ്റ്റ് ചെയ്തു, തെളിവുകളോടുകൂടി. ഇവരുടെ പക്കൽ നിന്ന് മൊത്തം 12 മിസൈൽ ലോഞ്ച് റേസ് റഷ്യൻ അധികാരികൾ കൈപ്പറ്റി. ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായാണ് കാണുന്നത്. കാരണം ഒരു ഭാഗത്ത് ഉക്രൈന്റെ ഒഫൻസ്, മറ്റൊരു ഭാഗത്ത് റഷ്യയുടെ ഒഫൻസീവ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു വലിയ സംഭവത്തിനായി കാത്തിരിക്കുകയാണ്. F-16 വരാൻ ഉക്രൈനും മറ്റൊരു ഭാഗത്ത് എല്ലാ ആയുധങ്ങളുമായി തയ്യാറായി നിൽക്കുന്ന റഷ്യയും. എപ്പോഴാണ് വലിയൊരു യുദ്ധം വരാം എന്ന് കാത്തിരിക്കുന്ന സമയത്ത് ഉക്രൈൻ ഇങ്ങനെ ഒരു കാര്യം റഷ്യയിൽ തന്നെ വെച്ച് ചെയ്തത് ഉക്രൈന് വീണ്ടും ആയുധങ്ങളുടെ ക്ഷാമമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഉക്രൈന്റെ വ്യോമസേന വീക്കാണ് എന്നുള്ളതും കാണിക്കുന്നു. എന്നാൽ ഇത് ഏത് ടൈപ്പ് ഓഫ് മിസൈൽ ലോഞ്ച് റേസ് ആണെന്ന് റഷ്യ ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു കാറ്റഗറിയെ സംബന്ധിച്ച് MiG-29, S-27 സംബന്ധിച്ച് ഇത് ഇവ രണ്ടിലും കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. AKU-58 റെയിൽ. ഇതുവഴി KS-29 മിസൈൽസ് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഉക്രൈന്റെ Su-27 വിമാനങ്ങളിൽ APU-479 എന്ന ഒരു മിസൈൽ ലോഞ്ച് റേ ആ കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഉക്രൈന്റെ Su-27 വിമാനങ്ങളിൽ APU-417 എന്ന ഒരു മിസൈൽ ലോഞ്ച് റെയിൽ ആ കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവഴി R-27 മിസൈൽസിനെ എയർ ടു എയർ മിസൈലിനെ ഉക്രൈനെ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. MiG-29 സംബന്ധിച്ചും ഇത് APU-470 റെയിൽ ലോഞ്ചറാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് ഉക്രൈൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, റഷ്യ ഇതിന് തിരിച്ചടി എന്താണ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് വരുന്ന ഭാഗങ്ങളിൽ കാണാം. വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കുന്നത്, ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചത് റഷ്യ തെളിവുകളോടുകൂടി പിടിച്ചത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അടുത്ത റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആരുടെ കൈ പൊങ്ങാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.